ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ കൂർക്ക ക്ലീൻ ചെയ്ത് അത് ചെറിയ പീസസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. നമ്മൾ ഒരു കുക്കർ എടുക്കാം, അതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരൊറ്റ വിസിൽ മതി കൂർക്ക വെന്ത് വരാൻ. നമുക്ക് ഒരു വിസിൽ കഴിഞ്ഞിട്ട് എയർ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് കാച്ചാം. നമ്മുടെ കൂർക്ക വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വെന്തോ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇത്രയും വെള്ളം നമുക്ക് വേണ്ട. കാണുന്ന വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഇത് വറ്റിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഞാൻ കൂർക്കയിലേക്കുള്ള കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും ചതച്ചെടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് കരിവേപ്പിലയും കൂടിയാണ്. നമുക്കിത് കാച്ചിയെടുക്കാം. ഞാൻ ഇവിടെ പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി മൂപ്പിച്ചെടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂർക്ക വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പൊ നമ്മൾ ഉപ്പിന്റെ പാകം നോക്കിയിട്ട് ചേർത്ത് നോക്കാം. ചതച്ച മുളക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് ചേർക്കുമ്പോൾ തീ സിമ്മിലിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി മുളക് നന്നായി മൂക്കണം. നല്ലൊരു സ്മെല്ല് വരും. അപ്പൊ നമുക്ക് എല്ലാം മിക്സ് ആയതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞളും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ചേർത്ത് എല്ലാം മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി എന്ന് ചിലവർ പറയും, അല്ലെങ്കിൽ കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.